നമസ്കാരം. തിരിഞ്ഞു നോട്ടത്തിലേക്ക് സ്വാഗതം. കോളേജുകളിൽ കവിതയുടെ കാലം കഴിഞ്ഞെന്ന ധാരണയെ തിരുത്തിക്കുറിച്ച കവിയാണ് അനിൽ പനച്ചൂരാൻ. പുതുതലമുറയ്ക്ക് കവിതയോട് താല്പര്യമില്ല എന്ന തെറ്റിദ്ധാരണയാണെന്ന് സ്വന്തം കവിതകളിലൂടെ അദ്ദേഹം തെളിയിച്ചു. പുതുതലമുറ ഏറ്റുപാടിയതോടെ അനിൽ പുതുകാലത്തിന്റെ കവിയായി മാറി. കാൽപ്പനികതയുടെ നഷ്ടവസന്തം അങ്ങനെ ഒരിക്കൽ കൂടി മലയാളത്തിൽ പടർന്നു പന്തലിച്ചു. 7 അഴകുമായി പൂവിട്ട് പരിലസിച്ചു. ഇന്ന് ജനുവരി 3. അനിൽ പനച്ചൂരാൻ ഓർമ്മയായിട്ട് 4 വർഷം. എങ്ങനെ ഞാൻ അറിയിക്കും എൻ മനസ്സിനെ, എങ്ങനെ ഞാൻ വെളിവാക്കും? നോക്കുവിൻ സഖാക്കളെ, നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. അനിൽ പനച്ചൂരാന്റെ ഇഷ്ടവിഷയങ്ങൾ പ്രണയദുഃഖവും ഏകാന്തതയുമായിരുന്നു. ആദ്യ വായനയിൽ തന്നെ അവ ഹൃദയം തൊടുന്ന ശൈലിയിൽ എഴുതി. ഒരൊറ്റ വായനയിൽ തന്നെ കാണാപാഠമാക്കുന്ന വാക്കുകളും വികാരങ്ങളും. അവ വായിച്ച് ആരെഴുതിയെന്ന് പരസ്പരം തിരക്കിയാണ് മലയാളികൾ അനിൽ പനച്ചൂരാനെ ആദ്യം അറിയുന്നത്. അറബിക്കഥ എന്ന സിനിമയിലെ ഗാനം പ്രശസ്തമാകുന്നതിന് മുൻപായിരുന്നു അത്. കൂടുതലൊന്നും അറിയാതെ അനിൽ പനച്ചൂരാൻ എന്ന കവിയെ പുതുതലമുറ നെഞ്ചോട് ചേർത്ത കാലം. ഓട്ടോഗ്രാഫുകളിൽ വീണ്ടും കവിത വിരിഞ്ഞു. കവിയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ വ്യത്യസ്ത ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞതോടെ ആ കവിതകളുടെ ജനപ്രീതിയും കൂടി. രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ, ഉത്സവ പറമ്പുകളിൽ, കേരളത്തിന്റെ ജനകീയ വേദികളിൽ അനിൽ പനച്ചൂരാൻ എന്ന കവി ഒരു പൂമരം പോലെ പന്തലിക്കുന്ന നാളുകൾക്കാണ് പിന്നീട് കേരളം സാക്ഷ്യം വഹിച്ചത്. ആ ആലാപനത്തിന് മാധുര്യത്തെക്കാൾ ശക്തിയായിരുന്നു ഉണ്ടായിരുന്നത്. ആത്മാവ് നഷ്ടപ്പെടുത്തി പ്രണയിക്കുന്ന കാമുകന്റെ ഉള്ളുരുകുന്ന വേദന, ഓരോ ദിവസത്തെയും അന്നത്തിനു വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യന്റെ വിയർപ്പിന്റെ മണം, ദുഃഖിപ്പിക്കുന്ന കാഴ്ചകളിൽ വാടിത്തളരുന്ന കവിതയിലൂടെ ഉയർത്തെണീക്കുന്ന നല്ല മനുഷ്യന്റെ അതിജീവനത്തിന്റെ തിക്തമെങ്കിലും അവഗണിക്കാനാവാത്ത സുസ്വരം. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടിന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. പ്രണയദുഃഖത്തിന്റെ പച്ചത്തുരുത്തിലും സമൂഹത്തിന്റെ വേദനകൾ കവിയെ പൊള്ളിച്ചിരുന്നു. ദാരിദ്ര്യവും അനീതിയും അസമത്വവും അദ്ദേഹം പൊള്ളുന്ന കവിതകളാക്കി. മുദ്രാവാക്യങ്ങൾക്ക് സമാനമായ തീക്ഷ്ണതയിലും തീവ്രതയിലും അദ്ദേഹം വാക്കുകളെ ചൂടുള്ളതാക്കി. വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു അനിൽ പനച്ചൂരാൻ എന്ന കവിയുടെ ശക്തി. ജീവിതത്തിൽ അദ്ദേഹം പല വേഷങ്ങൾ കിട്ടി. സന്യാസം ഉൾപ്പെടെ ഉറച്ചൊരു ജോലിയില്ലാതെ അലഞ്ഞു. സമൂഹത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവരുടെ വേദന അദ്ദേഹം വേഗം തിരിച്ചറിഞ്ഞു. അവ സ്വന്തം അനുഭവങ്ങളായി ഉൾക്കൊണ്ട് അദ്ദേഹം പാടി. ആ പാട്ടിൽ മലയാളികൾ കേട്ടത് കേരളത്തിന്റെ ഇനിയും മരിച്ചിട്ടില്ലാത്ത മനസാക്ഷിയുടെ ശബ്ദമായിരുന്നു. ഏകനും വിദൂരനും ഒറ്റപ്പെട്ടവനുമായി സമൂഹത്തിനു വേണ്ടി പനച്ചൂരാൻ പാടിയപ്പോൾ ആ പാട്ടും കവിതയും ശ്രദ്ധിക്കാതിരിക്കുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ഏത് തിരിവിലും വിസ്മയം കാത്തുനിന്ന ജീവിതമാണ് തൻ്റേതെന്ന് അനിൽ പനച്ചൂരാൻ പറയാറുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി മരണം വന്നു തൊട്ടപ്പോൾ പക്ഷേ വിസ്മയമല്ല, നടുക്കവും വേദനയും മാത്രം. SFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പനച്ചൂരാൻ 1991 രാഷ്ട്രീയം മടുത്തു സന്യാസത്തിന്റെ കാവി ചുറ്റി ഇന്ത്യയെങ്ങും ചുറ്റി നടന്നു. ഒടുവിൽ മടുത്ത് തിരിച്ചെത്തി തിരുവനന്തപുരം ലോ അക്കാദമിയിൽ സായാജ്ഞ ബാച്ചിൽ ചേർന്നതായിരുന്നു ആദ്യത്തെ വിസ്മയം. കവിത കേട്ട് കണ്ണു നിറഞ്ഞ പെണ്ണിനെ കൈപിടിച്ചു ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയത് രണ്ടാമത്തെ വിസ്മയം. ഹൃദയഹാരികളായിരുന്നു പ്രണയഭംഗത്തിന്റെയും വ്യഥിത ജീവിതത്തിന്റെയും അമ്ല കവിതകൾ കൊണ്ട് ക്യാമ്പസുകളെ പൊള്ളിച്ച അനിൽ പനച്ചൂരാൻ എഴുതിയ സിനിമാ ഗാനങ്ങൾ. അവയെ മലയാളികൾ പ്രിയത്തോടെ ചേർത്ത് പിടിച്ചു. അറബിക്കഥയിലെ തന്നെ തിരികെ ഞാൻ വരുമെന്ന് വാർത്ത കേൾക്കാനായി എന്ന പാട്ട് ഓരോ പ്രവാസിക്കും ഗ്രഹാതുരതയുടെ മാന്ത്രിക പരവതാനിയായി മാറി. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ എന്ന പാട്ടും വൻ ഹിറ്റായിരുന്നു. ബോഡിഗാർഡ് എന്ന ചിത്രത്തിലെ അരികത്തായ ആരോ, കോക്ടെയിൽ എന്ന ചിത്രത്തിലെ നീയാം തണലിന് താഴെ,
തുടങ്ങിയ ഗാനങ്ങൾ മലയാളികൾക്ക് എക്കാലവും പ്രിയപ്പെട്ട പ്രണയഗാനങ്ങളുടെ പട്ടികയിലുണ്ട്. വെളിപാടിന്റെ പുസ്തകം എന്ന ലാൽ ജോസ് സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ജിമിക്കി കമ്മൽ എന്ന ഫാസ്റ്റ് പാട്ടിന് ലോകമെമ്പാടും ആരാധകരുണ്ടായി. പല രാജ്യങ്ങളിൽ പല ഭാഷകൾ സംസാരിക്കുന്നവർ അത് ഏറ്റുപാടി. ഭ്രമരം എന്ന ചിത്രത്തിലെ അണ്ണാര കണ്ണാവ, കുഴലൂതും പൂന്തന്നലെ എന്ന് തുടങ്ങുന്ന ഗാനങ്ങളും 2009 പി സുകുമാർ സംവിധാനം ചെയ്ത സ്വലെ എന്ന ചിത്രത്തിലെ ചെറുതിങ്കൾ തോണി, ഒത്തൊരുമിച്ചൊരു ഗാനം പാടാൻ എൻചൊടിക്കെ വന്നൊടുക്കും, പഞ്ചസാര ചിരികൊണ്ട് കുഞ്ഞാടെ കുറുമ്പനാടെ, ചെമ്പരത്തി കമ്മലിട്ട്, ചെന്താമര തേനോ തുടങ്ങിയവയാണ് അനിലിന്റെ മറ്റ് ചില പ്രശസ്ത ഗാനങ്ങൾ. 150-ലേറെ സിനിമകൾക്ക് വേണ്ടി പാട്ടെഴുതിയ അനിൽ ചിലതിലൊക്കെ മുഖം കാണിക്കുകയും ചെയ്തു. ഒടുവിൽ ജീവിതത്തിന്റെ ഇളം വെയിലിൽ നിന്നും നിത്യതയുടെ നിഴലിലേക്ക് നടന്നു മറയുമ്പോഴും അനിൽ നമുക്കായി ബാക്കി വെക്കുന്നത് വ്യതിതന്റെ ഹൃദയമിടിക്കുന്ന കവിതകളും പാട്ടുകളുടെ ഒരു പൂമര തണലുമാണ്.